ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉള്ള എനർജി എന്താണ്. തിരുവോണ നാളാകുമ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി ഈ ഒരു സമയം വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 5, 6, 10, 1, 5 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എർത്ത് എനർജി, എയർ എനർജി, ഫയർ എനർജി വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, കപ്പിൻ്റെ എനർജി മാത്രം വന്നിട്ടില്ല, വാട്ടർ സൈൻ. അപ്പോൾ ഇനി വരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ക്വീൻ ഓഫ് സോഡാണ്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ സംഭവം, അവസാനമായിട്ട് നിങ്ങളുമായിട്ട് സംസാരത്തിലുണ്ടായ സംഭവം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഓക്കെ, വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അവർക്ക് ഓണം ആഘോഷിക്കുന്നെങ്കിലും അവർക്ക് സന്തോഷത്തോടു കൂടിയല്ല അവർ ആഘോഷിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? 7 ഓഫ് കപ്പാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു. നിങ്ങളെ കൂടാതെ മറ്റൊരുപാട് പ്രയോറിറ്റി, അവർക്കൊരുപാട് പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പോയത് ശരിയായില്ല. ആ ഒരു ദിവസത്തെക്കുറിച്ചൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ചിന്തിക്കുന്നത്. 7 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്ഷനുകളിൽ അവർക്ക് സൂട്ടല്ലാത്ത, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയ നിമിഷം, അവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെട്ട ഒന്നിനെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സന്തോഷത്തിലോട്ട് കടന്നു പോയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്വന്തം സന്തോഷത്തെ മാത്രമാണ് ചിന്തിച്ചത്. നിങ്ങൾക്ക് അതിലുണ്ടാകുന്ന വേദന എന്തെന്നും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ മാനസിക ഡിപ്രഷൻ എത്രത്തോളമാണെന്നും അന്ന് നിങ്ങളെ വിട്ടുപോയ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്തെല്ലാമായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. മറ്റൊരാളെ കൂടി നിങ്ങളുടെ പേഴ്സൺ സെലക്ട് ചെയ്തു, നിങ്ങളെ വേണ്ടാതെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ മറ്റൊരാൾക്ക് പ്രയോറിറ്റി കൊടുത്തത് നിങ്ങൾ അറിഞ്ഞതിൽ നിങ്ങൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 10 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ബേർഡനാണ് അനുഭവിക്കുന്നത്. 10 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. 10 ഓഫ് വാൻഡ്സ്, ഇതും 10 ഓഫ് വാൻഡ്സ്, ഇതും 10 ഓഫ് വാൻഡ്സ് ആണ്. ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് കൊണ്ട് ഒരു മാനസികമായിട്ടുള്ള സന്തോഷവും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഓണനാളിൽ ആഘോഷിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും ബേർഡനും ഒക്കെയാണ് മനസ്സിലുള്ളത്. നിങ്ങൾ കൂടെ ഇല്ലാത്തതിൽ അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അവരോട് ഒരുപാട് സന്തോഷം, നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ പോലും നിങ്ങളുടെ പേഴ്സൺ സന്തോഷത്തിലല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ ഒട്ടും സന്തോഷത്തിലല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ അടിച്ചു പൊളിക്കുന്നു, സന്തോഷിക്കുന്നു,
അവർ പുറത്തു പോകുന്നു, സന്തോഷിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളും വിഷമങ്ങളുമാണ് നിങ്ങളെ പ്രതി ഉള്ളത്. ഓക്കെ, മറ്റെന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ ഒരുപാട് വേദനയാണ് മനസ്സിലുള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എംപററാണ് വന്നിരിക്കുന്നത്. അവസാനമായിട്ട് നിങ്ങളെ എന്നാണോ പിരിഞ്ഞു പോയത്, അല്ലെങ്കിൽ അവസാനമായി കോൾ ബ്രേക്ക് ചെയ്ത സമയത്ത് നിങ്ങളുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ, അടിയുണ്ടാക്കിയത്, നിങ്ങളെ മോശമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച് സംസാരിച്ചതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ വേദനിപ്പിച്ചതും വിട്ടുപോയതുമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ചിന്തിക്കുന്നത്. 2 ഓഫ് കപ്പിൻ്റെ എനർജി കൂടി കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളുടെ എനർജിയിൽ ഓർക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു സമയത്ത് കറണ്ട് ഫീലിങ്സിൽ നിങ്ങളോട് അൺകണ്ടീഷണലായിട്ടുള്ളൊരു സ്നേഹവും കെയറിങ്ങും ഒക്കെ അവർക്ക് തോന്നുന്നു. വല്ലാത്തൊരു ഫീലിങ്സാണ് ഇപ്പോൾ നിങ്ങളോട് അവർക്ക് തോന്നുന്നത്. പ്രണയമാണോ അല്ലെങ്കിൽ അവരുടെ സ്വന്തമാണോ എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പണ്ടെങ്ങാണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നായി കഴിയാൻ പോകാതെ ഈ ജന്മത്തിലേക്ക് കണ്ടുമുട്ടിയ വ്യക്തികളാണോ, എന്നിട്ടും ഞാനത് മനസ്സിലാക്കാതെ എന്തിനാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്ന് അവർ എന്താണ്ട് വീണ്ടും ലവേഴ്സ് കാർഡ്, ദ വേൾഡ് ഒക്കെ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും റീയൂണിയന് സാധ്യതയുണ്ട്. നിങ്ങളെ കാണാനോ ചിലപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്നേ ദിവസം കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്ന് നടന്ന എനർജി ആയിരിക്കും ഇത്. നിങ്ങളുമായിട്ട് കോളിങ്ങോ മെസ്സേജോ വന്ന് നിങ്ങളുമായിട്ടൊരു സ്നേഹം അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ഇന്നേ ദിവസം സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സാധ്യത 100% കാണിക്കുന്നുണ്ട്. ഇത് ഇത്രയും അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന വേദനയാണ്. ഓക്കെ, ഒരു ചെറിയ റീഡിംഗ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ കപ്പിൻ്റെ എനർജി മാത്രം വന്നിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള സൈൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, കപ്പിൻ്റെ എനർജി വന്നു. ഇവിടെയാണ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പ്. ഓക്കെ, ഓവറോൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം കപ്പിൻ്റെ എനർജിയും കൂടി വരുമ്പോൾ വാട്ടർ എനർജിയാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സോഡിയക് സൈനും വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് കാണുന്നത്. ഓണം പ്രമാണിച്ച് എന്ത് മെസ്സേജും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഈ ഓണനാളിൽ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്, വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള മെസ്സേജ് തന്നെ കൊടുക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ടവർ വരെയാണ്. ടവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ ഒരുപാട് വേദനയിൽ കൂടി കടന്നു പോകുന്ന വിഷയമുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്ന, നിങ്ങളോട് ദേഷ്യപ്പെട്ട് പിണങ്ങി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ പേഴ്സൺ? അതിനാണ് ടവർ വന്നിരിക്കുന്നത്. അത് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ തങ്ങളിലുള്ള പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ ഈ ഒരു നിമിഷം അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ട് ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു മെസ്സേജ്, കോള് ഇന്നേ ദിവസം നിങ്ങൾക്ക് അയക്കാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട്. ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ അവസാനിപ്പിക്കണം. ടവർ കൊണ്ടുവന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെയും വെയിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ വേദനിപ്പിച്ച് വിഷമിച്ച് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതിനെല്ലാം
നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് സ്നേഹിച്ചതിനെല്ലാം കൂലിയും പ്രതിഫലവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സമയവും സ്നേഹവും ഒന്നും നഷ്ടമായി പോയിട്ടില്ല. അതിൻ്റെ എല്ലാ ഫലങ്ങളും നിങ്ങൾ കാത്തിരിക്കുന്നതിനും ഇത്രയും നാൾ കാത്തിരുന്നതിനെല്ലാം ഫലവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ചിലപ്പം റീയൂണിയൻ എന്ന് പറഞ്ഞ് വരാത്ത വ്യക്തികൾക്ക് കാരണം ഒരു കോളോ മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നതായിരിക്കും. ചില വ്യക്തികൾ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാറി ഒരു വിവാഹമൊക്കെ കഴിച്ച് പോയ വ്യക്തികൾക്ക് ഒരുപക്ഷെ നിങ്ങളിലേക്ക് റീയൂണിയന് സാധ്യത കുറവായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാകട്ടെ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ആരും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. എന്ത് വിഷമമാണെങ്കിലും ആ വിഷമത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നമുക്ക് കിട്ടുന്ന കുറച്ച് ദിവസം സന്തോഷത്തോടു കൂടി ജീവിച്ച് നമുക്ക് മരിക്കാം. എല്ലാവരും അവിടുന്ന് മരിച്ചു പോകേണ്ട വ്യക്തികളാണ്. അപ്പം എങ്ങനെ മരിക്കണം എന്നുള്ള കാര്യം നമ്മളുടെ ഇതിലാണ്. സന്തോഷത്തോടു കൂടി ജീവിച്ച് മരിക്കണോ അതോ ദുഃഖിച്ച് എന്നും ഒറ്റപ്പെട്ട് സന്തോഷമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച് മരിക്കണമെന്ന് അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളൊരു ജീവിതമാണ്. അത് നിങ്ങൾ എൻജോയ് ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിച്ച് അവസാനിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.